ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ഒരിക്കൽ കൂടെ ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം ഒരുക്കിയ വിലയേറിയ സാഹചര്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ ഇരുന്ന് വചനം പഠിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന വിലയേറിയ സാവകാശം എത്ര ധന്യമാണ്, എത്ര അനുഗ്രഹീതമാണ്. ജോലിയുടെയൊക്കെ തിരക്കിൻ്റെ നടുവിലും വചനം പഠിക്കുവാനായി ആർത്തിയോടെ കടന്നു വരുന്ന ദൈവമക്കളെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങളാണ്. 9 വരെ നമ്മൾ ധ്യാനിച്ചു, 10 വരെ ധ്യാനിച്ചു. ഇനി 11-ാമത്തെ വാക്യം മുതലാണ് നമുക്ക് ധ്യാനിപ്പാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. അതു നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ സ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിക്കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഈ 10 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരു കണ്ടിന്യൂവേഷനാണ്. സ്വർഗത്തിലേക്ക് കരേറിപ്പോയ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് സങ്കീർത്തനം 68:18 ആധാരമാക്കി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനാകുന്നു. സ്വർഗത്തിനും മീതെ കയറിയിട്ട് ദൈവസഭയ്ക്ക് മനുഷ്യർക്ക് കൊടുത്ത ദാനങ്ങളെ പറ്റിയാ പറയുന്നത്. ആ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് വിവരിക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. നമ്മൾ ഇതുവരെ അപ്പോസ്തലന്മാരോ പ്രവാചകന്മാരോ സുവിശേഷകന്മാരോ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ഇടയന്മാരോ ഉപദേഷ്ടാക്കന്മാരോ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു ദാനമായി നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറയാണ്, 5-fold മിനിസ്ട്രി, 5 തരത്തിലുള്ള ശുശ്രൂഷാ വൃന്ദങ്ങളെ ദൈവം തന്റെ സഭയ്ക്കായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സഭ എന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സഭ എന്ന് പറയുന്ന ഒരു സംഹിത, അതിന്റെ സംവിധാനങ്ങളൊന്നും, ഈ ഓർഗനൈസേഷൻ എന്നുള്ള വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കാണുന്ന ദൈവസഭ, അതിന്റെ ഘടന, അതിന്റെ അറേഞ്ച്മെന്റ്സ് അത് മാനുഷിക അല്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഐഡിയ അല്ല. അപ്പോസ്തലനോ പ്രവാചകനോ പാസ്റ്ററോ ഇവാഞ്ചലിസ്റ്റോ ടീച്ചറോ വചനം പഠിപ്പിക്കുന്ന ആളോ ഇവരൊന്നും മനുഷ്യനിർമ്മിതമായ ഓഫീസുകളല്ല. ഇവരെല്ലാം ദൈവത്തിന്റെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിയമിച്ചിരിക്കുക. So we always say that IPC appointed our pastor, or Assemblies of God appointed our pastor, Church of God appointed our pastor. മാനുഷികമായിട്ട് അങ്ങനെ പറയുന്നത് തെറ്റില്ല. പക്ഷേ ദൈവമക്കളെ, ഈ 5 വിധ ഓഫീസുകൾ, ദൈവിക ശുശ്രൂഷക്കാർ, അവരെ ദൈവമാ നിയമിച്ചത്. ആ നിയമനം അവർക്ക് ലഭിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. രണ്ടാമത്, അവരെ നിയമിച്ചത് ദൈവമാണ്.
അടുത്തത് സ്തോത്രം, അവർ ദാനമായി നമുക്ക് ലഭിച്ചതാണ്. ദൈവത്തിന്റെ ദാനമാണ്. They are God's gift. They are God's gift. ആദ്യത്തെ കൂട്ടരെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഗിഫ്റ്റ് എന്ന പദം നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഗിഫ്റ്റ്, ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ കൊടുക്കുന്നവന്റെ ബോധ്യമാ എന്തു കൊടുക്കണം എന്നുള്ളത്. ഗിഫ്റ്റ് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചു വിട്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ എത്രയധികം നൽകും. ദാനത്തെ നൽകുന്ന ദൈവം. അപ്പൊ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൽ നിന്നുള്ള ദാനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ ധ്യാനിച്ചതാ ഓൾറെഡി. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. There you can see that the salvation is the gift of God. നമുക്ക് കിട്ടിയ രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. All 9 gift of the Holy Spirit is the gift of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് പകരപ്പെടുന്ന 9 കൃപാവരങ്ങൾ, അല്ലേ, വരങ്ങൾ, ഗിഫ്റ്റുകൾ, അതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വാഞ്ചിക്കണം, നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതെല്ലാം പിതാവ് മക്കൾക്ക് കൊടുക്കുന്നതാണ്. ആമേൻ. ജോസഫിനെ അധികം സ്നേഹിച്ച പിതാവ് തനിക്ക് നിലയങ്കി കൊടുത്തതുപോലെ ഇന്ന് രാത്രി ചിലരെ കൃപാവരങ്ങളാൽ നിറയ്ക്കുവാൻ, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ചിലരെ ഒരുക്കുവാൻ, ആമേൻ ആമേൻ, തേച്ച് മിനുക്കിയ അമ്പ് പോലെ ചിലരെ ശത്രുവിന്റെ കോട്ടകൾക്കെതിരെ എയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ട്. ഗെറ്റ് റെഡി ഫോർ ആൻ ഇംപാർട്ടേഷൻ. ഒരു വലിയ ദൗത്യത്തിനായി ഇന്ന് രാത്രി ഒരുങ്ങട്ടെ. റോമാലേഖനം 6-ാം അധ്യായം 23-ാമത്തെ വാക്യം, The wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പക്ഷേ അവിടെ ഇങ്ങനെ പറയുന്നത്, but the gift of God is eternal life through Jesus Christ the Lord. എന്നാൽ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് ലഭിച്ച ഒരു സമ്മാനമുണ്ട്, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഇറ്റേണൽ ലൈഫ്. ഹല്ലേലൂയ, നിത്യജീവൻ. അപ്പൊ എന്തൊക്കെ നമുക്ക് ദാനമായിട്ട് ലഭിച്ചു? പരിശുദ്ധാത്മാവിനെ ദാനമായി ലഭിച്ചു, രക്ഷയെ ദാനമായി ലഭിച്ചു, ആമേൻ, ഇറ്റേണൽ ലൈഫിനെ നമുക്ക് ദാനമായി ലഭിച്ചു, നമുക്ക് കൃപാവരങ്ങളെ എല്ലാം നമുക്ക് ദാനമായിട്ട് ദൈവം തന്നു. ആമേൻ. ഒത്തിരി ദാനങ്ങളെ പറ്റി നമുക്ക് പറയാറുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തില് അതിന്റെ 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒന്ന് തൊട്ട് വിട്ടായിരുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. ഒരുത്തന് 5, ഒരുത്തന് 2, ഒരുത്തന് 1 വെച്ച് താലന്തുകൾ കൊടുത്തു. പരദേശപ്രയാണം ചെയ്യുന്ന യജമാനൻ കൊടുത്തതാ, യജമാനന്റെ ഹൃദയത്തിനനുസരിച്ച്. അവിടെ എടുത്ത് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു. അപ്പൊ അവൻ അതേ വഹിക്കാനുള്ള കഴിവുള്ളായിരുന്നു. 5 കൊടുത്തവന് അവന്റെ കീശയ്ക്ക് അത് വഹിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളായിരുന്നു. എപ്പോഴും ഓർത്തോണം, നമ്മൾ ഈ കൃപകൾ ദൈവം ചൊരിയുമ്പോൾ തന്നെ നമുക്കത് വഹിക്കാനുള്ള കഴിവും കൂടെ ദൈവം നോക്കും. So when we pray for believers, God will look how we are going to, amen, lead them to eternity. നമുക്ക് അവരെ നിത്യതയിലേക്ക് നടത്താൻ പറ്റുമോ, അതോ നമ്മുടെ പാത്രം പൊളിഞ്ഞു പോവോ? കർത്താവ് നോക്കും. ഹല്ലേലൂയ. അതിനുള്ള കപ്പാസിറ്റി ആയി എന്ന് ദൈവം കണ്ടു കഴിയുമ്പോഴേ ദൈവം നിറയ്ക്കത്തുള്ളൂ. അപ്പൊ പ്രാപ്തി ഒരു വലിയ വിഷയമാണ്. അവനവന്റെ പ്രാപ്തി പോലെയാ കൊടുത്ത്. യജമാനന്റെ ഭണ്ഡാരത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടായിട്ടല്ല,
5ഉം 3ഉം 1 കൊടുത്തത്. 9 അവൻ വരങ്ങൾ മാത്രമല്ലായിരുന്നു, ധനികനായ മനുഷ്യനായിരുന്നു, ഭയങ്കര വെൽത്തുള്ള ആളായിരുന്നു. യജമാനൻ പാവപ്പെട്ടവനായിട്ടല്ല ഏറ്റവും 3ാമത്തെ ആളിന് 1 കൊടുത്തത്. അവന്റെ പ്രാപ്തി അത്രേ ഉള്ളായിരുന്നു. ഇനിയും കൊടുക്കാൻ യജമാനൻ സമ്പന്നനാണ്, പക്ഷെ മേടിക്കുന്നവൻ അതിന് പ്രാപ്തിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്കെല്ലാം ദൈവം കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അതൊരു ഗിഫ്റ്റാന്ന് ദൈവത്തിന്റെ വചനം പറയുന്നില്ലേ? മക്കൾ യഹോവ നൽകുന്ന ദാനവും ഉദരബലം അടുത്ത പ്രതിഫലമാ. മക്കള് ദൈവത്തിന്റെ ഗിഫ്റ്റാ. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയ എല്ലാം ഗിഫ്റ്റാന്നേ. ചിലര് കാറിലൊക്കെ എഴുതി വെക്കും ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് ഓൺ യുവർ ഫോർഹെഡ് that we are the gift of God. നമ്മളാ ദൈവത്തിന്റെ ദാനം. നമ്മൾ മുഴുവൻ എന്തൊക്കെയുണ്ടോ സകലത്തിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു സ്റ്റിക്കർ ഒട്ടിക്കണം, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്റെ ജീവൻ ദൈവത്തിന്റെ ദാനമാണ്, എന്റെ മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, സകലവും ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും ആവശ്യമായ സകലവും തന്റെ ദിവ്യദാനത്താൽ എനിക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. ശ്രദ്ധിക്കണമേ, നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, ദൈവം ദാനമായി തന്ന ദൈവത്തിന്റെ ഗിഫ്റ്റായ കുഞ്ഞ്. എന്റെ മൂത്ത മോക്ക് 12 വയസ്സുണ്ട്. അവിടെ കയ്യിൽ ഒരിക്കലും ഞാനൊരു 1 ലക്ഷം രൂപ സ്കൂളിൽ കൊടുത്തു വിടത്തില്ല, നെവർ. അവിടെ കയ്യിൽ കൂടിപ്പോയാൽ ഞാൻ കൊടുത്തു വിടുന്ന എന്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ ഫീസ് ഒരു തുകയുണ്ട്. ആ തുക ഞാൻ കൊടുത്തു വിടും. അതും ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിൽ ഇട്ട്, അത് വളരെ കെയർഫുൾ ആയിട്ട് അവിടെ കലണ്ടറിനകത്തിൽ, നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞ ഡയറിക്കകത്തിൽ വെച്ചിട്ട് ഞാൻ ബസ്സിലെ ഡ്രൈവറിനോട് പറയും, ഹെർ ബാഗ് കണ്ടെയ്ൻസ് ദ മണി, ഫീസിന് വേണ്ടിയുള്ള പൈസ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ മകൾക്ക് എത്ര പൈസ കൈകാര്യം ചെയ്യാൻ അറിയാം. കുഞ്ഞുങ്ങളെ നമ്മൾ 100-150 രൂപ കൊടുത്ത് കടയിൽ വിടുമായിരിക്കും. ഒരിക്കലും ഒരു 1 കോടി രൂപ ബാങ്കിൽ ഇടാൻ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കാറില്ല. അവരതിന് പ്രാപ്തരല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അപ്പൊ കർത്താവും പ്രാപ്തി നോക്കി അവർക്ക് കൊടുത്ത്, അല്ലാതെ ദൈവം അനീതിയുള്ളവനായിട്ടല്ല. സോ ഇപ്പൊ കൊടുത്ത ദൈവത്തിന്, ആ ഗിഫ്റ്റ് കൊടുത്ത, ദാനമായി കൊടുത്ത ദൈവം, ഇവരാരും ഈ 5 കിട്ടിയവനും 3 കിട്ടിയവനും 5 കിട്ടിയവനും 2 കിട്ടിയവനും 1 കിട്ടിയവനും അവർക്കൊരു അർഹതയില്ലാത്തപ്പോ കിട്ടിയതാ, അങ്ങോട്ട് കൊടുത്തതാ. ചോദിച്ചതല്ല, അങ്ങോട്ട് കൊടുത്തതാ. അൺഡിസേർവ്ഡ് ആണ്. അവർക്ക് ക്ലെയിം ചെയ്യാനൊന്നും പറയാനൊന്നും ഇല്ല. പക്ഷെ കൊടുത്തത് ആൾക്കൊരാശയുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, താൻ തിരിച്ചു വരുമ്പോൾ അതിനെ വ്യാപാരം ചെയ്യണം, അതിനെ വർദ്ധിപ്പിക്കണം. ഈ ഗിഫ്റ്റ് തരുന്ന ആൾക്ക് ഒരു ആഗ്രഹമാണ്. 5 വരങ്ങളാണ് തന്നതെങ്കിൽ അതിനെ 10 ആക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കയ്യിൽ 3 വരങ്ങളെ ഉള്ളെങ്കിൽ പ്രാർത്ഥിച്ച് അതിനെ 10 ആക്കണം. അതിനുവേണ്ടി ജാഗരിക്കണം, അതിനുവേണ്ടി ഇടിവ് നിൽക്കണം, അതിനുവേണ്ടി ജാഗരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു ഡേഞ്ചറസ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്, ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് ഉള്ളവൻ കൂടെ എടുത്തു കളയും. അതൊരു വലിയ വേദനാജനകമായ കാര്യമാണ്. ഒന്ന് ശ്രദ്ധിക്കണേ ദൈവമക്കളെ. 100 പേരുള്ള സഭ ആണെങ്കിൽ ആഫ്റ്റർ 10 years 5 years അത് 20,000 ആകണം, അത് 30,000 ആകണം. അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. Your growth should not be stagnant. വളർച്ച നിൽക്കാൻ പാടില്ല. ആമേൻ. അങ്ങനെ വളർച്ച നിന്ന ദാസന്മാർ, അതായത് വിനിമയം ചെയ്യാൻ പറ്റാതിരുന്ന, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ നട്ടപ്പോഴും പറിച്ചപ്പോഴും എല്ലാം ഒരുപോലെയാണെങ്കിൽ കൃഷിക്കാരൻ എത്ര വിഷമമായിരിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഗിഫ്റ്റ് തന്ന ആക്ക് ആഗ്രഹമുണ്ട്, വർദ്ധിക്കണം, ഇതിനെ വിനിമയം ചെയ്യണം. ആമേൻ. വിളക്ക് കത്തിച്ച് ആരും പറയും കീഴി വെക്കാറില്ല. വിളക്ക് കത്തിച്ച് തണ്ടിന്മേലെ വെക്കാം. ദൈവമക്കളെ, നിങ്ങൾക്ക് ചെറിയൊരു കൃപയായിരിക്കും ദൈവം തന്നു. നിങ്ങൾക്കത് ചെറുതായിട്ട് തോന്നും, പക്ഷെ അത് അമൂല്യമായ ഒരു നിധിയായിട്ട് കാണണം. യൂസ് ഇറ്റ്. നിങ്ങൾ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ അതിനെ വിനിമയം ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം അതിനെ വർദ്ധിപ്പിച്ചു തരും. ദൈവം അതിനെ വർദ്ധിപ്പിച്ചു തരും. നമ്മുടെ ദൈവം വർദ്ധനവിന്റെ ദൈവമാണ്. കാനായിലെ കല്യാണ വീട്ടില് വീഞ്ഞിന്
പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമാണ്. 5 അപ്പത്തെ 5000 കൊണ്ട് പോഷിപ്പിച്ച, 1000 കഴിച്ച് തൃപ്തി വന്ന് അധികം വരുത്തിയ ദൈവമാണ്. സോ ചെറിയ കഴിവായിരിക്കും. Give it to the hand of the Lord. God will multiply. Hallelujah. ചെറിയ ഒരാളോട് സുവിശേഷം പറയാനുള്ള ഒരു ചെറിയ കഴിവായിരിക്കും. റെയ്നാൾഡ് ബോംഗയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റെയ്നാൾഡ് ബോംഗെ ഇരുണ്ട ഭൂഖണ്ഡമായ സൗത്ത് ആഫ്രിക്കയിൽ ഉണർവിന്റെ അഗ്നിജ്വാല കത്തിച്ച ദൈവത്തിന്റെ അഭിഷക്തൻ. സൗത്ത് ആഫ്രിക്ക എന്ന ഇരുണ്ട ഭൂഖണ്ഡത്തെ യേശു കർത്താവിന്റെ ശക്തിയുള്ള രക്തം കൊണ്ട് കഴുകി തുടച്ച ദൈവിക ആമേൻ ഹാലിലെ വര്യനായ അഭിഷക്ത കർത്തദാസൻ. ശ്രദ്ധിക്കണമേ, അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം കൊച്ചിയിൽ ഒരു ബാലനായിരിക്കുമ്പോൾ കേട്ടതാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലെ കൺവെൻഷൻ നടക്കുമ്പോൾ അന്നത്തെ പ്രസംഗകൻ ആമേൻ ആമേൻ റൂമിൽ കയറി കതകടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെറും ഒരു ഇവാഞ്ചലിസ്റ്റായ, ഒരു സാധാരണ ശുശ്രൂഷകൻ മാത്രമായ ഒരു സുവിശേഷകനായ ബോംഗെ ഒരു വലിയ പ്രസംഗകനൊന്നും അല്ല, അന്ന് പ്രസിദ്ധനല്ല. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ പ്രസംഗകൻ പുറത്തു വരുന്നില്ല. ബോംഗയുടെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന കൺവെൻഷനില് പ്രസംഗിക്കാൻ വിളിച്ച ആള് പുറത്തു വരാതിരുന്നപ്പോൾ ബോംഗെ ചെന്നിട്ട് കതകിന് തട്ടി. ആ മനുഷ്യൻ ആദ്യം തുറന്നില്ല, പിന്നീട് തുറന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ബോംഗെ, God, the Spirit of the Lord says to me that you are supposed to preach today. നീയാണ് ഇന്ന് പ്രസംഗിക്കേണ്ടത്, നീയാണ് ഇന്ന് വചനം ശുശ്രൂഷിക്കേണ്ടത്. ബോംഗെ പറഞ്ഞു, ഇല്ല, ഞാനൊരു കൺവെൻഷൻ പ്രസംഗകനല്ല, ഞാൻ ക്രൂസൈഡുകളിൽ പ്രസംഗിച്ചിട്ടില്ല, ഞാനൊരു രോഗശാന്തി വരപ്രാപ്തനല്ല എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞു നീയാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞു വാതിലടച്ചു. നിർബന്ധത്താൽ അന്ന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ കയറി പ്രസംഗിച്ച ബോംഗയ്ക്ക് ഒരു കാര്യം മനസ്സിലായി: താൻ പ്രസംഗിക്കുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടുന്നു, താൻ പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, താൻ പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കുന്നു. ബോംഗയ്ക്ക് മനസ്സിലായി തന്റെ മേൽ കിടക്കുന്ന വിളി ഒരു സാധാരണ വിളിയല്ല, തന്റെ മേൽ കിടക്കുന്ന വിളി ഒരു അസാധാരണമായ വിളിയാണ്. ഹല്ലേലൂയ. 22 കുടുംബങ്ങൾ പ്രാരംഭമായി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരോടും ആത്മാവിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മേലെല്ലാം കിടക്കുന്ന വിളി ഒരു സാധാരണ വിളിയല്ല. നമ്മുടെ മേലെല്ലാം കിടക്കുന്ന വിളി ഒരു അസാധാരണമായ വിളിയാണ്. ഒരു ബ്ലോവർ വെച്ചിട്ട് ആ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞിട്ട് ഒരു ജുവലിനെ പോളിഷ് ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രി എന്റെ ശബ്ദത്തിനകത്തൂടെ വ്യാപരിക്കുന്ന അഭിഷേകമുണ്ടല്ലോ, നിങ്ങളെ ഒരു പുതിയ ഉണർവിനായി ഇന്ന് രാത്രി ശക്തിയോടെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ശക്തിയോടെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. എഴുന്നേറ്റു പ്രകാശിക്കുക, എഴുന്നേറ്റു പ്രകാശിക്കുക, എഴുന്നേറ്റു പ്രകാശിക്കുക. ഹല്ലേലൂയ. അന്ധകാരം ജാതികളെ കൂരിട്ട് ആമേൻ ആമേൻ രാജ്യങ്ങളെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ പ്രകാശം ഉദിച്ചിരിക്കുക. ഇനി പ്രകാശം ഉദിക്കണേ ഉദിക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കാതെ, ഗോ ആൻഡ് യൂസ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആ കഴിവുകളെല്ലാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കുന്നേ. ആമേൻ ഹല്ലേലൂയ. യൗവനക്കാരെ, നിങ്ങൾക്ക് വലിയ ദീർഘയാത്രകളുണ്ട് കേട്ടോ. ദൈവരാജ്യത്തിനു വേണ്ടി ഓടേണ്ടതായിട്ടുണ്ട്, ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കേട്ട ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരു കടൽ തീരത്ത് ഗുഹകളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു മനുഷ്യന് ഒരു തുണി സഞ്ചിക്കകത്ത് കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച കുറച്ച് ഗോലികൾ കിട്ടി. ഗോലികൾ ആരോ കളിമണ്ണ് കുഴച്ചിട്ട് ചുട്ടെടുത്ത ഗോലികൾ. അപ്പോ അദ്ദേഹം ആ സഞ്ചി എടുത്ത് കൈ വെച്ചിട്ട് കടൽ തീരത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്രയും ദൂരത്തോട്ട് വലിച്ചെറിയാൻ പറ്റുമോ അത്രയും ദൂരത്തോട്ട് ഈ ഗോലികൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ തന്റെ കയ്യിലിരുന്ന ഒരു ഗോലി കൈ തട്ടിയ പാറയിൽ അടിച്ചു പിളർന്നപ്പോൾ അതിനകത്ത് ഏറ്റവും വിലയേറിയ രത്നക്കല്ലുകൾ. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അടുത്തത് താൻ മനഃപൂർവ്വമായി പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനകത്തും അത് തന്നെയാണ്. ആരോ രത്നങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ച ഒരു ഉപാധിയാണ്. ഈ മനുഷ്യൻ വളരെ ഡിസപ്പോയിന്റഡ് ആയി. ഈ സഞ്ചിയിലെ ഗോലികൾ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടും, ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയായിട്ട് ഞാൻ മാറിയിട്ടും, ഓരോ നിമിഷവും ഞാൻ എറിഞ്ഞു കളഞ്ഞത് എത്ര വിലയേറിയ
എത്ര വിലയേറിയ മുത്തുകളായിരുന്നുവെന്ന് മനസ്സിലാക്കി താൻ വളരെ നിരാശനായി. പക്ഷെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. നഷ്ടപ്പെട്ട സമയങ്ങൾ തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഹല്ലേലൂയ. വലിച്ചെറിഞ്ഞു കളഞ്ഞ വിലയേറിയ മുത്തുകളെ ഓർത്ത് അനുദപിക്കുന്ന ഒരു മനുഷ്യൻ. ഈ കഥയിൽ നിന്ന്, ഇതൊരു കഥയാണെങ്കിലും ദൈവം എന്നെ പഠിപ്പിച്ചൊരു സ്റ്റോറി ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട് അതിനകത്ത്. ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതിന്റെ വില അറിയാതെ എല്ലാത്തെയും വലിച്ചെറിഞ്ഞു കളയുന്ന മനുഷ്യൻ. പ്രത്യേകിച്ച് വിശ്വാസികളാകുന്ന നമ്മൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൈയടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിലേക്ക് പകരപ്പെട്ട അത്യന്ത ശക്തി നിങ്ങൾക്കറിയാമോ? എത്ര പേര് ഇപ്പോൾ അതിനുവേണ്ടി കൊതിക്കുന്നവരാണെന്ന്, എത്രയോ പേർ ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാമോ? നിങ്ങളിപ്പോൾ കൈയടിച്ച് ആരാധിക്കുന്ന, നിങ്ങൾ അന്യഭാഷ പറയുന്ന ആ ദൈവശക്തിയുടെ ഒരു പകർച്ചയ്ക്കായി, അതിന്റെ നിറവിനായി കൊതിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളില്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ദൈവകൃപയെ ഓർത്ത് സന്തോഷിക്കണ്ടേ? അത് ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കണ്ടേ? അതിന്റെ വില നമുക്കറിയാമെങ്കിൽ, ഹല്ലേലൂയ. പൗലോസിന് അതിന്റെ വില മനസ്സിലായി. പൗലോസ് പറയാം, മൺപാത്രങ്ങളിൽ പകർന്ന ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, ആ കളിമണ്ണിൽ പൊതിഞ്ഞ രത്നം പോലെ, ആമേൻ, സ്തോത്രം, നമ്മളെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ ശ്വാസം നമ്മളിലേക്ക് ഊതി. അപ്പം ഈ ശ്വാസം ഊതപ്പെട്ട മനുഷ്യൻ സൃഷ്ടിയിൽ തന്നെ അവൻ വ്യത്യസ്തനായി. ദൈവത്തിന്റെ വചനം രണ്ടാമത് പറയുന്നു, അവനിൽ ദൈവം ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്, വിലയേറിയ ആത്മാവ്. ഒരു രത്നത്തിന്റെയോ ഒരു വജ്രത്തിന്റെയോ വല്ല വിലയാണോ അവന്റെ ആത്മാവിന്? ദൈവവചനം പറയുന്നത് മുഴുലോകത്തെക്കാട്ടിലും വിലയേറിയ ആത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് തന്നേക്കുക. അതിനൊക്കെ അപ്പുറമായി ഈ മൺകൂടാരത്തിന്റെ അകത്ത് വസിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുക, ദൈവത്തിന്റെ നിക്ഷേപത്തെ പകർന്നിരിക്കുക. സോ ഇന്ന് രാത്രി ഞാൻ വിലയില്ലാത്തവനാണെന്നും എന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്നും നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയണം, ദൈവത്തിന്റെ നിക്ഷേപം എന്റെ അകത്തുണ്ട്, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വം ചുമക്കുന്ന ഒരു തലമുറയാണ് ഞാന്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും? നിങ്ങളുടെ വീടിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ആ ദൈവ സാന്നിധ്യം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവമക്കളെ, നമ്മൾ വിലയില്ലാത്തവരല്ല, നമ്മൾ ആ ദൈവത്തിന് വേണ്ടാത്തവരല്ല. ദൈവത്തിന് നാം വിലയേറിയവരും മാന്യരുമാണ്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ് ദൈവത്തിന്റെ മക്കളെ സ്നേഹിച്ചു തന്ന 5-fold മിനിസ്ട്രിയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഒന്നാമത്തെ വിഭാഗമാണ് അപ്പോസ്തലന്മാർ, രണ്ടാമത്തെ വിഭാഗമാണ് പ്രൊഫറ്റ്സ്. ഈ രണ്ട് വിഭാഗത്തെ പറ്റിയും നമ്മൾ നേരത്തെ എവിടെയോ പൗലോസ് ഒന്ന് ഉദ്ധരിച്ചത് നമ്മളൊന്ന് തൊട്ടു പറഞ്ഞിട്ടുണ്ട്. അത് വേറെ എങ്ങുമല്ല, എഫീസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യമാണ്. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്നു. അപ്പൊ ചർച്ചിന് ദൈവം ഇട്ട അടിസ്ഥാന കല്ലുകളിൽ 2 കല്ലുകളാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. നിങ്ങളുടെ എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. There are 2 churches. ഒന്ന് ഫിസിക്കൽ ചർച്ച്, നമുക്ക് കണ്ടുകൊണ്ട് കാണാവുന്ന ഒരു സഭയുണ്ട്. അതായത് ഒരു പാസ്റ്ററും ഒരു സെക്രട്ടറിയും ഒരു ഖജാൻജിയും കമ്മിറ്റി മെമ്പർമാരും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും സെൻട്രൽ പാസ്റ്റർമാരും ഒക്കെ അടങ്ങുന്ന ഒരു ചർച്ച്. ദാറ്റ് ഈസ് എ ഫിസിക്കൽ ചർച്ച്, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ചർച്ച്. പക്ഷെ ദൈവം സ്ഥാപിച്ച സഭ അതല്ല. ദൈവം സ്ഥാപിച്ച സഭ സ്പിരിച്വൽ ചർച്ച, ആത്മീയ സഭ. അപ്പോൾ സ്പിരിച്വൽ ചർച്ചിന്റെ ഘടനയെ പറ്റി എവിടെ പറഞ്ഞേക്കുന്നത്? ഒന്ന്, എൻ്റെ കൂടെ നിങ്ങൾ വരണം. ഇത് ശബ്ദം മാത്രമായതുകൊണ്ട് ഒരു ബോർഡ് ഉണ്ടായിരുന്നത് എനിക്ക് നിങ്ങൾ വരച്ചു കാണിക്കാൻ പറ്റും. ഒരു നീണ്ട സ്ക്വയർ വരച്ചിട്ട് അതിനകത്തേക്ക് മൂലക്കല്ലായ ക്രിസ്തു എന്ന് നിങ്ങൾ എഴുതി വെക്കണം. ക്രൈസ്റ്റ്. ഒരു ബിൽഡിങ്ങിനെ നിങ്ങൾ കാണണം. ഞാനൊരു സ്പിരിച്വൽ ചർച്ചിന്റെ കാര്യം പറഞ്ഞു. സ്പിരിച്വൽ ചർച്ച് മൂലക്കല്ലാണ് ക്രൈസ്റ്റ്. അതിന്റെ മുകളിലോട്ട് 5 കല്ലുകൾ വരയ്ക്കുക. ആ 5 കല്ലുകൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടക്കന്മാർ.
5 കല്ലുകൾ, അതിൻ്റെ മേളിൽ വരുന്നവരാണ് ജനങ്ങൾ, അല്ലെങ്കിൽ ദൈവമക്കൾ, പീപ്പിൾ, ലേമൻ, അല്ലെങ്കിൽ പ്യൂ, സഭയിലെ സാധാരണക്കാരായ ദൈവമക്കൾ. ഇതാണ് ഒരു സ്പിരിച്വൽ ചർച്ചിന്റെ ഘടന. ഒരു ഫിസിക്കൽ ചർച്ചിന്റെ ഘടന ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ നിങ്ങൾ എഴുതണം പീപ്പിൾ, ജനങ്ങൾ എന്ന് വെച്ചാൽ ജനാധിപത്യമാണ് അവിടെ നടക്കുന്നത്. എല്ലാവരുടെയും ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങൾ അങ്ങനെ ചോദിക്കും. അത് ഒരിക്കലും സ്പിരിച്വൽ ചർച്ച് അല്ല. ദാറ്റ് ഈസ് എ ഫിസിക്കൽ ചർച്ച്. ഒരു ഓർഗനൈസേഷൻ, സംഘടനയാകുമ്പോൾ നമുക്കതെല്ലാം ആവശ്യമാണ്. ഈ ഭൂമിയിൽ സർക്കാരിന് കണക്ക് കൊടുക്കണം, കാര്യങ്ങൾ ക്രമീകരിക്കാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം, ഇതെല്ലാം വേണം. പക്ഷേ ഫിസിക്കൽ ചർച്ച് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. താഴത്തെ ആ ഒരു അറയിൽ നിങ്ങൾ പീപ്പിൾ എന്ന് എഴുതുക. അതാണ് അടിസ്ഥാനം. നെക്സ്റ്റ് അതിന്റെ തൊട്ടുമേളിൽ ഒരു വര വരച്ചിട്ട് കമ്മിറ്റി എന്ന് എഴുതണം. കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ്. അതിനകത്ത് വരും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, കമ്മിറ്റി മെമ്പേഴ്സ്. എവ്രി വൺ വിൽ കം ഇൻ ദാറ്റ് ബോർഡ് എന്നോ ഗവേണിംഗ് ബോഡി എന്നൊക്കെ എഴുതാം. അതിന്റെ മേളിൽ വരുന്നതാണ് മിനിസ്റ്റേഴ്സ്, പാസ്റ്റേഴ്സ് എന്ന് എഴുതിക്കോ. അതിന്റെ മേളിലാണ് നമ്മുടെ ഓർഗനൈസേഷൻ, ഏജിയോ, ചേർച്ച് ഓഫ് ഗോഡോ, ഏതോ A to Z വരെ നമുക്കുണ്ടല്ലോ. അതിന് നമുക്ക് ഒരു കുറയില്ലാത്തതുകൊണ്ട് യു ക്യാൻ റൈറ്റ് എനി ഓർഗനൈസേഷൻ ഇൻ ദാറ്റ് ഏരിയ. ആൻഡ് above all, എല്ലാവരുടെയും മേളിൽ ഇരിക്കുന്ന ഒരു കോളം വരച്ചിട്ട് യു ക്യാൻ റൈറ്റ് ജീസസ്, യേശു. അപ്പോ ഈ 2 സഭകളുമായിട്ടുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏറ്റവും ബലം വേണ്ടത് അടിത്തറയ്ക്കാണ്, ബേസ്മെന്റിന്. ഫിസിക്കൽ ചർച്ചില് ഏറ്റവും ബലഹീനമായത് അടിയിലിരിക്കുന്നത്. അതുകൊണ്ട് അടി തീരാത്തത്, അടി അവസാനിക്കാത്തത്. ഏറ്റവും ബലഹീനമായത് അടിസ്ഥാനത്തിൽ ഇരിക്കുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി ഓപ്പോസിറ്റ്. പക്ഷെ സ്പിരിച്വൽ ചർച്ചിന്റെ അടിസ്ഥാനത്തിൽ കർത്താവാണ് ദ ചീഫ് കോർണർസ്റ്റോൺ. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ട സഭയെ തകർക്കാൻ പറ്റത്തില്ല. അതാ കർത്താവ് പറഞ്ഞ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. അടുത്തത് അപ്പോസ്തലന്മാരും പ്രൊഫറ്റ്സും അതിനോട് ചേർത്ത് പണിഞ്ഞേക്കുക. 5 pillars ഇല്ലേ, 5 തൂണുകളിൽ പണിഞ്ഞേക്കുക. അതിന്റെ മുകളിലാ ജനം ഇരിക്കുന്നത്. അപ്പോ വീക്ക് അല്ല ബേസ്മെന്റ്. ബേസ്മെന്റ് ഈസ് സോ സ്ട്രോങ്. ഫിസിക്കൽ ചേർച്ചിന്റെ ബേസ്മെന്റ് വളരെ വീക്കാണ്. ഏറ്റവും ശക്തിയുള്ള ആള് മാളിൽ ഇരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആമേൻ. ഒരു ബിൽഡിംഗ് പണിയുമ്പോ അടിസ്ഥാനം ഏറ്റവും ലോലമായ ഒരു വസ്തു കൊണ്ട് പണിഞ്ഞിട്ട് മേളിൽ പാറ കൊണ്ട് പണിഞ്ഞാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു സ്ഥിതിയാണ് ഫിസിക്കൽ ചേർച്ചിന്റെ. the people are leading. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ദൈവവചനത്തിൽ പറയുന്നുണ്ട് ജനാധിപത്യം. എന്തുവാ ജനാധിപത്യം? ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി, അല്ലേ? ഫോർ ദ പീപ്പിൾ. അപ്പോ ഈ ജനാധിപത്യത്തിന്റെ പ്രത്യേകത, ഏത് അബദ്ധമാണെങ്കിലും ഏത് തെറ്റാണെങ്കിലും, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഒരു തെറ്റായ ആശയമാണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് എന്തിന് കിട്ടുമോ അത് ജയിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ അഭിപ്രായം വരുന്ന അഭിപ്രായ സമന്വയമാണ് ഈ കമ്മിറ്റികൾക്കകത്ത് അവർ തീരുമാനിക്കും. പക്ഷേ ഈ സ്പിരിച്വൽ ചർച്ചിനകത്ത് മാനുഷികമായിട്ടുള്ള അങ്ങനത്തെ തീരുമാനങ്ങൾക്കല്ല പ്രാധാന്യം. ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ഞങ്ങളെ പറ്റിയുള്ള ദൈവഹിതം എന്തുവാ? ദൈവമക്കളെ, അത് മാത്രമേ വിജയിക്കത്തുള്ളൂ. ദൈവരാജ്യത്തിനകത്ത് സഭ വളരണമെങ്കിൽ, ദൈവത്തിന്റെ ഉണർവ് അയക്കണമെങ്കിൽ, ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ, ദൈവരാജ്യം വിസ്തൃതിയിലേക്ക് വരണമെങ്കിൽ ദൈവഹിതം അന്വേഷിക്കുന്നവരായി നാം തീരണം. അതിനെന്തോ ചെയ്യണം? അതിന് നാം ഉപവസിക്കണം, അതിന് പ്രാർത്ഥിക്കണം, അതിന് ദൈവസന്നിധിയിൽ നമ്മൾ താണിരുന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ്. ശ്രദ്ധിച്ച ദൈവമക്കളെ, ആമേൻ. ദൈവഹിതം, അതാണ് ഞാൻ പറഞ്ഞത്. ദൈവഹിതം. ഈ
ദൈവവചനം പഠിക്കുമ്പോൾ തന്നെ ജനാധിപത്യം വളരെ വീക്കാണെന്ന് നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇരുമ്പും കളിമണ്ണും കൂടെ ചേരാത്തതാണ് ജനാധിപത്യമെന്ന് നമ്മൾ പഠിപ്പിക്കുകയും അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. പീപ്പിൾ ഓഫ് ഗോഡ്, ഇൻ ദ ചർച്ച് ഇറ്റ് ഈസ് തിയോക്രസി. ദൈവാധിപത്യമാണ്. God is the king. God is the supreme. Jesus is the foundation. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന സ്ഥാനത്തിൽ അവൻ അടിസ്ഥാനത്തിന്റെ മേൽ പണിതിരിക്കുന്ന സഭയാണിത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മൾ അവിടെ വീക്കായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് വൈക്കോൽ പോലത്തെ പണികള് മണലിന്മേൽ അടിസ്ഥാനം ഇട്ടവരെ പോലെ അടിസ്ഥാനമിടുക. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ജനാധിപത്യമല്ല, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ദൈവാധിപത്യമാണ്. ഇറ്റ് ഈസ് theocracy, it is not democracy. Democracy is the strategy of the devil. It's a strategy of the human being, but God's strategy is theocracy, ദൈവാധിപത്യം. നിങ്ങൾ ഇന്ന് രാത്രി പറയണം, കർത്താവേ, എന്റെ കുടുംബത്തിനകത്ത് ദൈവം പറയുന്നത് നടക്കട്ടെ, എന്റെ കുടുംബത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് നടക്കട്ടെ. അപ്പൊ അവിടുന്നാണ് രാജാവ്. എന്റെ സഭയിലെ രാജാവ് പാസ്റ്റർ അല്ല, എന്റെ സഭയിലെ ഡിസിഷൻ മേക്കർ പാസ്റ്റർ അല്ല, കമ്മിറ്റി അല്ല. എന്റെ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടക്കട്ടെ, എന്റെ സഭയ്ക്കകത്ത് യേശു കർത്തൃത്വം നടക്കട്ടെ, എന്റെ സഭയ്ക്കകത്ത് പിതാവ് കർത്തൃത്വം നടത്തട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. സോ when we govern, the rest will be common. നമ്മൾ നയിക്കുമ്പോൾ അതിനകത്ത് ഇനി ഏത് വലിയ പാസ്റ്ററാണെങ്കിലും എത്ര എക്സ്പീരിയൻസിൽ പണിഞ്ഞാലും അതിനകത്തെല്ലാം പിഴവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുത്താട്ടെ. കർത്താവ് നമ്മളെ നടത്തുവന്നേ, നമ്മളെ ഹല്ലേലൂയ സകല സത്യത്തിലും വഴി നടത്തും, എല്ലാത്തിലും വഴി നടത്തും. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒന്നാമത്തെ ഗ്രൂപ്പ് അപ്പോസ്തലന്മാരാണ്, അപ്പോസ്റ്റൽസ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ പറ്റി നമുക്കറിയാം. 12 അപ്പോസ്തലന്മാർ. They were directly appointed by Christ. കർത്താവ് യേശു ക്രിസ്തു അവരെ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തതാണ്. എന്തിനാ ഒരു രാത്രി മൊത്തം ഇരുന്ന് പ്രാർത്ഥിച്ചത്? അപ്പോൾ തന്നെ ഈ അപ്പോസ്തലന്മാരെ അപ്പോയിന്റ് ചെയ്തതിന്റെ ഗൗരവം മനസ്സിലാക്കുമല്ലോ. ഇതൊരു ചെറിയ കാര്യമല്ല, ഒരു ചെറിയ ദൗത്യമല്ല. കർത്താവിന് അന്നേ അറിയായിരുന്നു, ഇവരിലൂടെയാണ് ഞാൻ എൻ്റെ സഭയെ പണിയാൻ പോകുന്നത്, എൻ്റെ സഭയെ പണിയാൻ പോകുന്നത്. ഒന്നാമത്തെ ഗിഫ്റ്റ് അപ്പോസ്തലന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാർക്കൊരു നല്ല വൈറ്റൽ റോളുണ്ട് ചർച്ചിന്റെ രൂപീകരണത്തിനകത്ത്, ചർച്ചിന്റെ വളർച്ചയ്ക്കകത്ത്, ചർച്ചിന്റെ മുന്നോട്ടുള്ള പോക്കിനകത്തൊരു വലിയ പങ്കുള്ളവരാണ് അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. ചിലരെ, ആ വാക്ക് എല്ലായിടത്തും ഉണ്ടല്ലേ, സ്തോത്രം, ചിലരെ അപ്പോസ്തലന്മാരായിട്ട് നിയമിച്ചു എന്ന് പറഞ്ഞാൽ മത്തായി 10:5 നമുക്ക് കാണാൻ പറ്റി. കർത്താവ് ചിലരെ ഡയറക്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. മാത്യു chapter 10 verses 5. I will read it for you. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, സോ ഈ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവൻ എന്നാണ്, the sent one. അപ്പൊ കർത്താവ് 12 പേരെ അയച്ചു. അപ്പൊ കർത്താവ് എന്തിനാ സെലക്ട് ചെയ്തതെന്ന് വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. എന്തിനാ കർത്താവ് സെലക്ട് ചെയ്യുന്നറിയാമോ? ദൈവവചനം പ്രസംഗിക്കാനും തന്നോട് കൂടെ ഇരിക്കാനും, ദൈവവചനം പ്രസംഗിക്കാനും തന്റെ കൂടെ ഇരിക്കാനും വേണ്ടിയാണ് കർത്താവ് ഡിസൈപ്പിൾസിനെ തിരഞ്ഞെടുത്തത്. ആമേൻ, ഹല്ലേലൂയ. ടു പ്രീച്ച് ഗോസ്പൽ, ടു ഗോ. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് സ്പെൽ. ഹല്ലേലൂയ, അതാണല്ലോ ഗോസ്പൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചാ പറയുന്നത്, നിങ്ങൾ വരുവിൻ വരുവിൻ, എല്ലാവരും ഇങ്ങോട്ട് വന്ന് കേൾക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഗോസ്പൽ യു ഹാവ് ടു ഗോ ആൻഡ് പ്രീച്ച്. കോടിക്കണക്കിന് ജനങ്ങൾ ഭാരതത്തിലുണ്ട്. യേശു ആരെന്ന് ഇതുവരെ അറിയാത്ത
ഒത്തിരി ഒത്തിരി ഗോത്രക്കാര്, വർഗക്കാര്, അവരുടെ ഇടയിലേക്ക് ദൈവം നമ്മളെ അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ, അയക്കപ്പെട്ടവൻ. മർക്കോസ് 3:14 തോന്നുന്നു. യെസ്. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികിൽ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു. ഈ അപ്പോയിന്റഡ് അപ്പോസ്റ്റൽസ്. ഇപ്പൊ എന്തൊക്കെ ഈ മർക്കോസ് 3:13 വെച്ചിട്ട് ബോധിച്ചവരെയാ വിളിച്ചത്. തനിക്ക് ബോധിച്ചവരെയാ വിളിച്ചത്. അതിൽ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മുടെ ദൈവം ധന്യനായ ഏകാധിപതിയാണ്. ഇന്ന് രാത്രി 24 കുടുംബങ്ങൾക്കകത്തു നിന്നും കർത്താവ് ചിലരെ വിളിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവത്തോടെ കൂടെ ഇരിക്കാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാനും. അപ്പൊ അയക്കണം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മൾ സൂമിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെയാ പ്രസംഗിക്കുന്നത്. നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷേ അതല്ല യഥാർത്ഥ ശുശ്രൂഷ. ഗോ, പോകണം. കാടുകളും മലകളും താണ്ടി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പോകണം. അത് നാം പ്രസംഗിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി വിളിക്കപ്പെടണം. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. അപ്പം അപ്പോസ്തലന്റെ ഒരു ഡ്യൂട്ടിയാണ് പോകണം, പ്രസംഗിക്കണം. Preaching is an important ministry of an apostle. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, അങ്ങ് ഓടി 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 നടക്കുന്നതാണ് അപ്പോസ്തലന്റെ മിനിസ്ട്രി എന്ന്. ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ് കേട്ടോ. ദൈവഹിതം ഇല്ലാത്തടത്തേക്ക് ഓടി 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 പോകുന്ന ആളല്ല അപ്പോസ്തലൻ. പോകുന്ന സ്ഥലത്ത്, ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകളെ സ്വീകരിച്ച് ദൈവത്തിന്റെ അധികാരഭാമയിൽ നിന്നിട്ട് ദൈവത്തിന്റെ കോൺസുലേറ്റ് ആയിട്ട് നിന്ന് അവിടെയുള്ള പൈശാചിക മേഖലകൾക്ക് വെല്ലുവിളി ഉയർത്തി അവൻ അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന സഭയുടെ വേരൊരു സ്ഥലത്ത് ഉറപ്പിക്കുന്നവനാണ് അപ്പോസ്തലൻ. അപ്പം ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ഉണ്ടാകാനും നിയമിച്ചു. അവരെ അപ്പോയിന്റ് ചെയ്തു, അവരെ ഓർഡൈൻ ചെയ്തു. അപ്പൊ മത്തായി 10 നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ ചെല്ലണം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഘോഷിക്കണം. ഒരു അപ്പോസ്തലന് ഘോഷിപ്പാനുള്ള ഒന്നാമത്തെ ടോപ്പിക്, അവന്റെ പ്രസംഗ വിഷയം കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം. ഒരു അപ്പോസ്തലനെ അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് തിരിച്ചറിയാം. ഒരു അപ്പോസ്തലന്റെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇതായിരിക്കും: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവനത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ രോഗികൾ സൗഖ്യമാകും. കർത്താവ് പറഞ്ഞു, മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിക്കണം, രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം. സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെടുന്ന ദൈവശക്തിയുടെ വ്യാപാരം കേട്ടോ. രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, കുഷ്ഠരോഗികൾ കുഷ്ഠരോഗികൾ ഉദ്ദേശിക്കുമ്പോൾ സ്പിരിച്വലി നിങ്ങൾ അതിനെ സിൻ എന്ന് വെച്ച് കണ്ടോ, കുഷ്ഠം ആത്മീയ കുഷ്ഠം എന്ന് വെച്ച് തന്നെ കണ്ടോ. ഞാൻ ഈ വേദപുസ്തകത്തിൽ കണ്ടതിലേക്കും ഏറ്റവും ശക്തമായ മിനിസ്ട്രികളിൽ ഒന്നാമത്തെ മിനിസ്ട്രി അപ്പോസ്തോലിക മിനിസ്ട്രി. ആമേൻ. ഒരു അപ്പോസ്തോലന്റെ എന്നാ പറഞ്ഞ പരിധി, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ പരിധി എവിടെയാ? ഞാൻ പറയട്ടെ, അത് പരിധിയില്ലാത്ത ശുശ്രൂഷയാണ്. ഒരു രാജ്യം കൊണ്ടോ ഒരു ഭൂഖണ്ഡം കൊണ്ടോ ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല ഒരു അപ്പോസ്തലന്റെ ശുശ്രൂഷ. ഇന്ന് രാത്രി അപ്പോസ്തലന്മാരായിട്ടുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ അകത്തളത്തിൽ ഒരു തുള്ളലുണ്ടാകും.
says, you are an apostle. You are an apostle. You are an apostle. Hallelujah. I have the spirit of an apostle. ഒരു അപ്പോസ്തലന്റെ ആത്മാവ് അകത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൊതിയുണ്ടാകും. എനിക്ക് പോകണം, എനിക്ക് പ്രസംഗിക്കണം, എനിക്ക് രാജ്യങ്ങളിൽ എന്റെ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഘോഷിക്കണം, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കണം, എനിക്ക് രോഗികളെ സൗഖ്യമാക്കണം, എനിക്ക് കുഷ്ഠം ബാധിച്ചവരെ ശുദ്ധരാക്കണം, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കണം. So you have authority. The office of apostle is an authoritative office. ഒരു അതോറിറ്റി ഉള്ളവനാ. അവന്റെ നാവിന്റെ മേൽ അധികാരമുണ്ട്. ദുഷ്ടസേനകൾക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ അപ്പോസ്തലന്റെ ശുശ്രൂഷയ്ക്ക് പരിധിയില്ല. രാജ്യങ്ങളെ തൊട്ടുള്ള ശുശ്രൂഷയ്ക്കായി, അപ്പോസ്തോലിക വിളിയുള്ള ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ആരൊക്കെ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞാലും, ആരൊക്കെ നിന്റെ മിനിസ്ട്രിക്ക് കൂച്ചുവിലങ്ങിട്ടാലും, ആരൊക്കെ നിന്നെ അപവാദം പറഞ്ഞ് ഒതുക്കാൻ ശ്രമിച്ചാലും, യബ്ബേസിന് അതിരിട്ട് ഒതുക്കിയതുപോലെ ഒതുക്കി നിർത്തിയാലും നിന്റെ ആതിരുകളെ സ്വർഗം വിസ്താരമാക്കുമെന്ന് ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് പറയാ. ഒരു അപ്പോസ്തലന്റെ കാൽപാദങ്ങൾ ഒരു പട്ടണത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള ദേശാധിപതികൾക്ക് അവൻ വിറയ്ക്കും. അവർക്ക് മനസ്സിലാകും ആത്മമണ്ഡലത്തിൽ എന്തോ സംഭവിക്കാൻ പോകുക, ആത്മാക്കൾ വിടിവിക്കപ്പെടാൻ പോകുക, ഭൂതങ്ങൾ അവൻ തേർവാഴ്ച നടത്തിക്കൊണ്ടിരുന്ന കുടുംബങ്ങൾക്കകത്തുനിന്ന് അവന് മനസ്സിലാകും ഇറങ്ങിപ്പോകേണ്ട സമയമായി. ഇന്നാൾ ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയുള്ളവൻ നിസ്സാരക്കാരനല്ല കേട്ടോ. അപ്പോസ്തോലനായ പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ ഭൂതങ്ങൾ പുറത്തായതുപോലെ ഹല്ലേലൂയ ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായി കർത്താവ് നമ്മളെ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. Thank you Jesus. We praise you Master. Hallelujah. Thank you Jesus. അപ്പോൾ അപ്പോസ്തലൻ എന്ന ഒരു ഓഫീസിനെ ദൈവം കൊടുത്തത് for the body of Christ. ക്രിസ്തുവിന്റെ ശരീരത്തിന് വേണ്ടിയാണ് കൊടുത്തത്. Thank you Jesus. നമ്മളൊരു അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനെന്നാണ്. കർത്താവ് കമ്മീഷൻ ചെയ്ത് അധികാരം കൊടുത്ത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൂതുകളെ പ്രഖ്യാപിക്കാൻ അയക്കപ്പെട്ടവൻ. എഫെസ്യ ലേഖനം 2:20 നമ്മൾ കണ്ടല്ലോ. 2:20 ക്രിസ്തു യേശു എന്ന മൂലക്കലായിരിക്കെ അപ്പോസ്തലർ അടിസ്ഥാന പണി അവർ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വരും. അപ്പം ദൈവത്തിന്റെ സഭയെ പണിയുന്ന അടിസ്ഥാന ശിലയാണ് അപ്പോസ്തലന്മാർ. അപ്പോ അതൊരു ഈ 12 അപ്പോസ്തലന്മാർ അവരുടെ കൂട്ടത്തില് പിന്നീട് നമുക്ക് പൗലോസിനെ ചേർക്കാൻ പറ്റും. യൂദ കെട്ടിത്തൂങ്ങി ചത്തപ്പോൾ വിചാരിച്ചു ഇതെല്ലാം തകർന്നു പോയി. പക്ഷെ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരു യൂദ പോയപ്പോൾ അവർ ചീട്ടിട്ട് മത്യാസിനെ എടുത്തെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം ഒന്നും കാണുന്നില്ല. അതാ എലക്ഷന്റെ ഒരു പ്രത്യേകം. ദൈവത്തിന് എലക്ഷൻ അല്ല, ദൈവത്തിന് സെലക്ഷനാണ്. ദൈവം തെരഞ്ഞെടുത്തത് പൗലോസിനെയാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവം മാനപാത്രമാക്കിയത് പൗലോസിനെയാണ്. ലോകം തെരഞ്ഞെടുത്തതിന്റെ ചരിത്രമൊന്നും പിന്നീട് കാണുന്നില്ല. അപ്പൊ ലോകത്തിന്റെ തെരഞ്ഞെടുപ്പും ലോകത്തിന്റെ പ്രശസ്തിക്കൊക്കെ ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയുന്നത്. ദൈവം ഉയർത്തണം, ദൈവം മാനിക്കണം, ദൈവം ഉപയോഗിക്കണം. താങ്ക് യു ജീസസ്. ജാതികളുടെ അപ്പോസ്തലനായി കണ്ട ആളാണ് പൗലോസ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് അനവധി അപ്പോസ്തലന്മാരെ നമുക്കറിയാം. അവര് ആ 12 അപ്പോസ്തലന്മാർ മിക്കവരും പൗലോസ് ഒഴികെ ബാക്കി എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കണ്ടിട്ടുള്ളവർ. അവരെല്ലാം ഐ വിറ്റ്നസ് ആണ്. കർത്താവിന്റെ കണ്ടവരാ. പത്രോസൊക്കെ ലേഖനം എഴുതുമ്പോൾ ഞങ്ങളെ അമ്മുമ്മ കഥ കൊണ്ടല്ല ഞങ്ങൾ ഇത് എഴുതുന്നത്, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ കേട്ടതാണെന്ന് അതിനെ സാക്ഷീകരിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷികളായവർ. ആമേൻ. സോ അതുകൊണ്ട് ആദ്യത്തെ ഈ അപ്പോസ്തലന്മാർ, ഫസ്റ്റ് സെഞ്ചുറിയിലെ അപ്പോസ്തലന്മാര് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പിന്തുടർച്ചക്കാരാണ്. പക്ഷേ നമ്മളൊരു ജനറൽ ആയിട്ട് പറയുമ്പോൾ, ജനറൽ സെൻസിൽ അപ്പോസ്തലൻ എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ സഭയ്ക്ക് വേണ്ടി ദൈവം കമ്മീഷൻ ചെയ്ത് ദൈവം അഭിഷേകം ചെയ്യപ്പെട്ട ഒരു സ്തോത്രം ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സന്ദേശത്തെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തെ രാജ്യരാജ്യങ്ങളിലേക്ക്
അനവധി സംസ്കാരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വാഹകനാണ് ഈ അപ്പോസ്തലൻ എന്ന് പറയുന്നത്. ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഈ അപ്പോസ്തലന്മാർക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ഒരു ബുക്ക് തന്നെ ഉണ്ട് ഇല്ലേ, അപ്പോസ്തല പ്രവർത്തികൾ, ദ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അല്ല സത്യത്തിൽ, അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്ത പ്രവൃത്തിയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് മനഃപൂർവ്വം തന്നെ ആ ബുക്കിന് അങ്ങനെ പേര് കൊടുത്ത് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് എന്ന്. കേവലം മനുഷ്യരായ, മീൻപിടുത്തക്കാരായ, വിദ്യാഭ്യാസം അത്ര അധികമൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ കൊണ്ട്, ഒന്നിനും കഴിവില്ലാത്തവരെ കൊണ്ട്, വിദ്യാഹീനരെ കൊണ്ട് ദൈവത്തിന് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോ നമുക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ നമ്മിലൂടെ ചെയ്യിക്കുന്ന ദൈവീക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ആമേൻ, ഹല്ലേലൂയ. സോ ആമേൻ, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ 14 നമ്മൾ വായിക്കുമ്പോഴത്തേന്, I will take it and read it for you. 14 and 14. Yes. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷന്മാർ, എവിടെ ഇവരുടെ സ്ഥാനങ്ങൾ പറയുമ്പോൾ അപ്പോസ്തലനായ ബർന്നബാസ്, അപ്പോസ്തലനായ പൗലോസ്, അവരുടെ ഓഫീസ് വെച്ചിട്ടാണ് ഉള്ളതിലെ പാസ്റ്റർ ജെയിംസ്, പാസ്റ്റർ ഇന്നാളെന്ന് പറയുന്ന പോലെ അവരുടെ ഓഫീസ് വെച്ച് അവരറിയപ്പെട്ടത്. റോമാലേഖനം 16:7, 2 കൊരിന്ത്യർ 8:23, ഫിലിപ്പിയർ 2:25, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ അപ്പോസ്തോലിക് ഓഫീസിനെതിരെ വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അപ്പോസ്തലൻ അല്ലെന്ന് പറയുമ്പോൾ അദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്, I am a true apostle from the Lord എന്ന്. അത് നമുക്ക് പിന്നീട് സമയമുള്ളപ്പോൾ ധ്യാനിക്കാം. ആമേൻ. ദൈവം ഈ അപ്പോസ്തലന്മാരിലൂടെ അവരുടെ വചനങ്ങളെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം ഉറപ്പിച്ചു. അവരെല്ലാം സഭകൾ തുടങ്ങുവാൻ, പ്രത്യേകിച്ച് പൗലോസ് കർത്താവിനെ കണ്ട ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോസ്തലൻ അല്ലെങ്കിൽ കൂടി വെളിപ്പാടിൽ കണ്ട മനുഷ്യൻ. അന്ന് ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ ഷിപ്പോ ട്രെയിനോ കാർ സൗകര്യങ്ങളോ വാഹനങ്ങളോ റോഡുകളോ ഇല്ലാത്തപ്പോ ലോകത്തെ മുഴുവൻ തൊട്ട ഒരു ഇമ്പാക്ട് ഉണ്ട് പൗലോസിന്. അന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്ന രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ, വലിയ വലിയ പട്ടണങ്ങളിൽ, എഫെസോസ് പോലെയുള്ള പട്ടണത്തിൽ വലിയ ഡയാന ദേവിയെ പോലുള്ള വലിയ ദേവികൾ, വലിയ മന്ത്രവാദ ശക്തികൾ കൊടികൊണ്ടിരുന്ന പട്ടണങ്ങൾക്കകത്ത് ഇരുട്ടിന്റെ അധികാരങ്ങളെ തകർത്തുകൊണ്ട് ദൈവരാജ്യത്തിന്റെ കൊടികളെ പാറിക്കുവാൻ അഭിഷേകമുള്ള പൗലോസിനെ കൊണ്ട് സാധിച്ചു. അതാണ് അപ്പോസ്തോലിക് അനോയിന്റിംഗ്. He founded churches there. രാത്രി ഈ കുടുംബങ്ങൾക്കകത്തുള്ള ദൈവമക്കളോടെല്ലാം ആത്മാവിന്റെ ദൂത് പറയുക, ഈ തലമുറയിൽ നിങ്ങൾ എഴുന്നേൽക്കണം, പൗലോസിനെ പോലെ. ഹല്ലേലൂയ. പൗലോസിനെ പോലെ ഈ ദിവസങ്ങളിൽ സഭകളില്ലാത്തടത്ത് സഭകൾ സ്ഥാപിക്കപ്പെടുവാൻ. മിനിങ്ങാന്ന് ഞാനൊരു ഹിന്ദിക്കാരുടെ ചർച്ചിലാണ്. ആ പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, Malayalis are getting so much of spiritual food. Every day they are getting. Please come and minister in our church once in a while. We are so much longing for God's word. ദൈവവചനം കേൾക്കാൻ ഞങ്ങൾ കൊതിയോടെ ആയിരിക്കുന്നു. ഇന്ന് വൈകിട്ട് സഹിച്ചാൻ ആ ചർച്ച ശുശ്രൂഷിച്ചു. ദൈവമക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ദൈവത്തെ സ്തുതിക്കണം, ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നമ്മളെ അതിനുവേണ്ടി സമർപ്പിക്കപ്പെടണം. സഭകളില്ലാത്തടത്ത് സഭകൾ സ്ഥാപിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, മഹാരാഷ്ട്രയിൽ സഭകളില്ലാത്ത ഗ്രാമങ്ങളുണ്ടോ? അന്വേഷിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, വേലയ്ക്കായിട്ട്, കൊയ്ത്തിനായിട്ട് യജമാനനോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കണം.
അങ്ങനെ പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അയച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചവരെ ദൈവം അയച്ചത്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഞാൻ യു.പിയിൽ ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു മീറ്റിംഗിനായിട്ട് ഏകദേശം 250 കിലോമീറ്ററുകൾ മേളിൽ വിൻസെന്റ് എന്ന് പറഞ്ഞ പാസ്റ്റർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ മൈലുകൾ 100-150 കിലോമീറ്ററിൽ ആ പാസ്റ്ററിനോട് ഒരു പാസ്റ്റർ, there is not even a one missionary, there is not even a missionary in this place. ഇത്രയും ഗ്രാമങ്ങളിൽ ഇതുവരെ ഒരു ശുശ്രൂഷകൻ പോലും വന്നിട്ടില്ല. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്തളം കീറുകയാണ്. നമുക്ക് സൗത്ത് ആഫ്രിക്കയും ഒത്തിരി രാജ്യങ്ങളിലൊക്കെ പോയി സുവിശേഷീകരിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ത്യയിൽ എന്തിനധികം നമ്മുടെ കോസ്റ്റൽ ഏരിയാസ് കർത്താവിനെ അറിയാത്ത എത്ര പേരുണ്ട്. ഈവൻ കേരളത്തിൽ ഇപ്പോഴും കർത്താവിനെ വേണ്ടുവണ്ണം അറിയാത്ത എത്രയോ പേരുണ്ട് ദൈവമക്കളെ. സോ യു ഹാവ് ആൻ അപ്പോസ്റ്റോളിക് കോളിംഗ്. നിങ്ങളുടെ അപ്പോസ്തലനാണ്. ഇത് കേൾക്കുമ്പോൾ അറിയാതെ നിങ്ങളുടെ കണ്ണുകൾ നനയും. അപ്പോൾ എന്നെ അയക്കണമേ എന്നൊരു ചങ്കെടുപ്പ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇടുപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. If you are an apostle, you can now hear the amen. Hallelujah. Thank you, Jesus. Your heartbeats, you can hear it right now. Because you are called for God's ministry. ദൈവത്തിന്റെ ആ മാറ്റമില്ലാത്തൊരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്കായിട്ടാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Hallelujah. So അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ചിലരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോസ്തോലിക ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും നിന്നു പോയെന്ന്. ഇല്ല, ദൈവം തന്ന ഒരു ഗിഫ്റ്റ് ആണ്. നമ്മളിവരെ എല്ലാരെയും കൂടെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരാ പാസ്റ്റർ. നമുക്ക് പറ്റിയ ഇന്നത്തെ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്, നമുക്ക് ആകെ ഒരു പ്രൊഫഷനെ അറിയത്തുള്ളൂ, ഓരോ ഓഫീസറെ അറിയത്തുള്ളൂ. പാസ്റ്റർമാർക്ക് പോലും അറിയത്തില്ല അവരെ എന്തിനാ ദൈവം വിളിച്ചത്. അപ്പോസ്തലനാണോ, ഞാനൊരു പ്രവാചകനാണോ, ഞാനൊരു പാസ്റ്ററാണോ, ഞാനൊരു ടീച്ചറാണോ, ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആണോ? ഈ 5-fold മിനിസ്ട്രിക്കകത്ത് എന്തിനാണ് ദൈവം എന്നെ വിളിച്ചതെന്നുള്ള ആ വിളി മനസ്സിലാക്കിയാൽ ഒത്തിരി സമയം നമുക്ക് സേവ് ചെയ്യാം. ടീച്ചർമാർക്ക് ഒരിക്കലും ഒരു ചർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. They cannot, because pastoral ministry, they will be lacking pastoral ministry. Teachers ministry is different, pastors ministry is different. ഇടയൻ, അതിലേക്ക് നമ്മൾ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. ദൈവത്തിന്റെ സഭയ്ക്ക്, ലോകത്തിന് ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിക്കുന്നവരാണ് അപ്പോസ്തലൻ. അപ്പൊ ഈ അപ്പോസ്തലന്മാരില്ലാതെ വന്നാൽ ആത്മീക വളർച്ചയും ഭൗതികമായിട്ടുള്ള ന്യൂമറിക്കൽ ഗ്രോത്തും എണ്ണത്തിലും കുറയും. അപ്പോസ്തലന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ലോകത്തിൽ വചനം എത്തിക്കേണ്ടവരാണ്. അവർ വചനം പറയുമ്പോൾ ഭാവികൾ മാനസാന്തരപ്പെടും. അവരിലൂടെയാണ് സഭകൾ നിറയപ്പെടുന്നത്. അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ഒറ്റ പ്രസംഗത്തില്. ഈ 3000 പേര് അവിടെ നിന്ന് എത്ര പേര് പ്രസംഗം കേട്ടാണ്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും 3000 പേരെന്റെ ചുറ്റിനും വന്നു കൂടിയാൽ മൈക്കും PA സിസ്റ്റം ഒന്നും ഇല്ലാതെ എത്ര പേര് കേട്ട് കാണും? എത്ര പേര് ആ പ്രസംഗം കേട്ട് കാണും ശരിക്കും? പക്ഷെ അവരെ പ്രസംഗത്തിന്റെ ഘടനയേക്കാൾ അപ്പുറമായി പൗലോസിൽ നിന്ന് വ്യാപരിച്ച ദൈവശക്തിക്ക് അധീനരായി തീർന്നു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. With one single sermon, 3000 people, 3000 പേര് രക്ഷിക്കപ്പെടും. അതിനപ്പുറത്തുണ്ട് കേട്ടോ. നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പലരും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മളതിനെയൊക്കെ തള്ളിക്കളഞ്ഞേക്കും. അതെല്ലാം ഫേക്കാണ്. നമുക്ക് എന്തെങ്കിലും രോഗം വരുമ്പോൾ നമ്മൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതുവരെ അത് ഫേക്കാ. ഫേക്ക് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഫേക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഫേക്കിനെ തോൽപ്പിക്കാനാ ദൈവം നമ്മുടെ മേൽ ഒറിജിനൽ തന്നേക്കും. എന്തുകൊണ്ടാ ഫേക്ക് പ്രബലമാണെന്ന് അറിയാമോ? നമ്മുടെ ഒറിജിനൽ നമ്മൾ പുറത്തെടുക്കാത്തത്. ഫേക്ക് നോട്ട് ഉണ്ടെന്ന് പറഞ്ഞ ഒറിജിനൽ നമ്മൾ കത്തിച്ചു കളയുന്നു. ഇപ്പൊ നമ്മൾ അങ്ങനെയാ ചെയ്തേക്കുന്നത്. ദൈവമക്കളെ, താങ്ക് യു ജീസസ്. അപ്പോ ദൈവശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ദൈവത്തിന്റെ അപ്പോസ്തലന്മാർ. അവരിലൂടെ സഭ വളരും. അപ്പോ രണ്ടാമത്തെ ഞാൻ അത്ഭുതങ്ങളെ പറ്റിയാ പറഞ്ഞു. 3000 പേര് രക്ഷിക്കപ്പെട്ടു, കാര്യം ശരിയാ. പക്ഷേ യോഹന്നാനും പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയത്തിന്റെ പടിവാതിൽക്ക് കിടന്നു. ആ യൗവനക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോ
വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് അവന്റെ നാഡീ നരമ്പുകളിൽ ദൈവശക്തി വ്യാപരിച്ച് അവൻ എഴുന്നേറ്റ് നടന്നപ്പോ അവിടെ കണ്ടുകൊണ്ടിരുന്ന 5000 പേര്, 5000 people. പ്രസംഗം കേട്ടതിനെക്കാട്ടിലും 2000 പേരുടെ കൂടുതൽ രക്ഷിക്കപ്പെട്ടു ഒരു അത്ഭുതം നടന്നപ്പോൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എഴുതി വെച്ചേക്കുന്നത് അവരുടെ മേൽ കിടന്ന അതോറിറ്റിയെ, അവരുടെ അഭിഷേകത്തെ അവർക്ക് എതിർക്കാൻ പറ്റിയില്ല. അപ്പൊ മിറക്കിൾസ്, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ എന്തുകൊണ്ടാണ് ദൈവം അത്ഭുതം ചെയ്യുന്നതെന്ന് അറിയാമോ? ഇറ്റ് ഈസ് ദ പ്രൂഫ് that the hand of the Lord is behind them. ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന്, അവർ അഭിഷേകമുള്ളവരാണെന്നും ജനം തിരിച്ചറിയാൻ വേണ്ടിയാ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഒരിക്കലും ഒരു കുറഞ്ഞതായിട്ട് കാണരുത്. കർത്താവ് അപ്പോസ്തലന്മാരെ അയക്കുമ്പോൾ പറഞ്ഞ് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. വെറുതെ പ്രസംഗിച്ചാൽ മാത്രം പോരാ, ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കണം, കുഷ്ഠരോഗികളെ നിങ്ങൾ ശുദ്ധരാക്കണം. അതെല്ലാം നമ്മുടെ ശുശ്രൂഷയിൽ നടക്കണം, നമ്മുടെ സഭയ്ക്കകത്ത് നടക്കണം. ആത്മാവിൽ നിങ്ങൾ അതിനുവേണ്ടി കൊതിക്കണം. ഹല്ലേലൂയ. ഒരു അപ്പോസ്തലന്റെ കടമയാണ് കർത്താവിന്റെ മഹാനിയോഗത്തെ ചുമക്കുക എന്നുള്ളത്. The Great Commission of Jesus Christ. എന്തുവായി ഗ്രേറ്റ് കമ്മീഷൻ? മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യമാണ്. ഹല്ലേലൂയ. ഭൂലോകമൊക്കെയും പോയി നിങ്ങൾ എന്റെ സാക്ഷികളാകണം. ആമേൻ. ഒരു അപ്പോസ്തലൻ മീരാ റോഡിലോ മഹേന്ദ്രയിലോ ബോർവേലിലോ കിടന്ന് കറങ്ങേണ്ട ആളല്ല. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയുള്ള മനുഷ്യൻ മുംബൈ പട്ടണത്തിന് വേണ്ടിയോ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടിയോ ഡൽഹിക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല. അവൻ മുഴു ലോകത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവൻ. അവന്റെ ശുശ്രൂഷയ്ക്ക് സീമകളില്ല. ദൈവം എവിടെയൊക്കെ അയക്കോ അവിടെ എല്ലാം പോകണം. ഹല്ലേലൂയ. ഗോ, പോകണം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സോ ഒരു പ്രാഥമിക കർത്തവ്യം സഭകളില്ലാത്തിടത്തൊക്കെ സഭകൾ സ്ഥാപിക്കുക, അത് ഫൗണ്ട് ചെയ്തിട്ട് അവിടെ അതിനെ വളർത്തുക, അതിനെ വളർത്തി. അങ്ങനെയാണല്ലോ പൗലോസ് പല സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിച്ചിട്ട് എന്റെ ശിഷ്യന്മാരെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരെ ആ സഭകളെല്ലാം ഏൽപ്പിച്ചു. പക്ഷെ അപ്പോസ്റ്റലിക് മിനിസ്ട്രിയുടെ വേറൊരു പ്രത്യേകതയാണ് ശുശ്രൂഷക വൃന്ദത്തെ വളർത്തിക്കൊണ്ടുവരും. ഒരിക്കലും ഫറവോനിസമല്ല. ഫറവോൻ മോശക്കുഞ്ഞിനെ എങ്ങനെ കൊല്ലാമെന്നുള്ളത്. അപ്പോസ്തലന്മാർ എപ്പോഴും അടുത്തൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരും. അപ്പോസ്തലന്മാരുടെ പ്രത്യേകത അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ നിങ്ങളൊരു അപ്പോസ്തലനാണെങ്കിൽ, നിങ്ങളുടെ മേലൊരു അപ്പോസ്തോലിക് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, ഒരു തലമുറയെ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരും, ക്രിസ്തുവിന് അനുരൂപരാക്കി വളർത്തിക്കൊണ്ടുവരും. ആമേൻ. സ്തോത്രം. ഒരു ദൈവസഭയുടെ പ്യൂരിറ്റി, അവൻ വചനത്തിന് അടിസ്ഥിതമായിട്ടുള്ള ജീവിതം, അവന്റെ ലോകപരമായിട്ടുള്ള അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണം? പാപത്തോട് മലിനപ്പെടാതെ, ലോകത്തോട് താതാത്മ്യപ്പെടാതെ അവൻ ജീവിക്കണമെന്നുള്ള മെസ്സേജ് കൊടുക്കുന്നവനാണ് ആര്? അപ്പോസ്തലൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സോ ഒത്തിരി കോൺട്രഡിക്ടറി ബിലീഫ്സ്, ഒത്തിരി വ്യത്യസ്തമായ പഠിപ്പീരുകൾ, പുതിയ പുതിയ മതത്തിന്റെ ട്രെൻഡുകൾ, തെറ്റായിട്ടുള്ള ഇതിനെല്ലാം വാക്കിയെടുത്ത് പഠിപ്പിക്കണമെന്നുണ്ട്. തെറ്റായിട്ടുള്ള പഠിപ്പീരുകളൊക്കെ വരുമ്പോ അതിനെതിരെ പ്രതികരിക്കുന്ന ആളാണ് അപ്പോസ്തലൻ. അതായത് പൗലോസ്ലീഗ ഇതിനെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്. നോസിസിസം മുതലായ ഒത്തിരി തെറ്റായ പഠിപ്പിക്കലുകൾ ദൈവത്തിന്റെ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറിയപ്പോൾ അതിനെതിരെ എല്ലാം പടവാളെടുത്ത ആളാണ് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ എന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലുള്ള 27 പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലെ എല്ലാ വചനങ്ങളും ദൈവശ്വാസീയമാണ്. അപ്പോസ്തലന്മാർ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങളിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന 4 സുവിശേഷങ്ങളും അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ടതാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോസ്തലൻ. ആമേൻ. അപ്പോസ്തലന്മാരെ നമ്മൾ എതിർക്കുകയാണെങ്കിൽ, അവർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ, പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത ഏറ്റവും വലിയ വെളിപ്പാടാകുന്ന അപ്പോസ്തലൻ എന്ന പദവിയെ നമ്മൾ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് റിജക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. രാത്രി അപ്പോസ്തലികമായ വിളി നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ ദൈവസഭയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ദൈവം ഈ പദവിയെ പകർന്നിരിക്കുന്നത്. അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി രാജ്യങ്ങളെ ചലിപ്പിക്കുന്ന അപ്പോസ്തലന്മാർ.
ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ നിന്ന്, നമ്മുടെ സഭയിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഉദരഫലത്തിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം അനുവദിക്കട്ടെ. അവൻ നാളെ നമുക്ക് പ്രൊഫറ്റ്സിനെ തുടങ്ങി താഴോട്ട് പഠിക്കാം. അതിന് അവൻ ഈ 5 ഓഫീസസ് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ്. ഏകദേശം ഞാൻ എൻ്റെ ബൈബിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 10 വിധ കാര്യങ്ങൾ, ഈ 5 ഓഫീസസിലൂടെ 10 വിധ ശുശ്രൂഷകളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് താഴോട്ട് 15 വരെയുള്ള 16 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് അടുത്തുള്ള ദിവസങ്ങളിൽ ധ്യാനിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തിന്റെ വിളിക്ക് ഓഹരിക്കാരായ നമ്മളെല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ദൈവവചനം പഠിക്കുവാൻ മാത്രമല്ല, ഇത് പ്രവൃത്തി പദത്തിലാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ഭാരതത്തിൽ സഭകളില്ലാത്തിടത്തേക്ക് എന്നെ അയക്കണമേ. അവിടത്തേക്ക് പൈസ അയച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ദൈവം പൈസ തരണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ ആ ദേശത്തേക്ക് അയക്കണമേ. അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ, അനേകരെ അഭിഷേകത്തിലേക്ക് നടത്തുവാൻ എന്നെ, എൻ്റെ തലമുറയെ, എൻ്റെ സഭയെ, എൻ്റെ ദൈവാസനെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. God bless you all through these words. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ.